ഡൽഹി പോലീസും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഭരണകൂടത്തിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണം അത് സൃഷ്ടിച്ച മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിന് തക്ക മറുപടി കൊടുത്തെങ്കിലും അതിന്റെ വേദനിപ്പിക്കുന്ന സ്മരണകൾ നമ്മളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. സ്വാഭാവികമായും സിന്ദൂർ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ നേരിട്ട പരാജയം അതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം. അതിന് പകരം വീട്ടാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണയോടുകൂടി ഭീകരന്മാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. അതുമാത്രമല്ല, ഈ അടുത്ത ദിവസം പാകിസ്ഥാനിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങൾ അത് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നടന്ന പഹൽഗാം അടക്കമുള്ള ഭീകര പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ബുദ്ധികേന്ദ്രം ഈ അസീം മുനീർ ആയിരുന്നു.